ഹലോ ഗൈസ്, സ്റ്റേഷനിലിരിക്കുമ്പോൾ നന്ദുവിന് പെട്ടെന്ന് ഒരു കോള് വരാണ്. അതായത് ഈ കോളിൽ വിളിക്കുന്നത് കുറച്ച് പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികളെ കുറെ ദിവസമായിട്ട് റോഡരികിൽ വെച്ചിട്ട് ശല്യം ചെയ്യുന്ന കുറച്ച് പയ്യന്മാരുണ്ട്. അവർക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ വിളിക്കുന്നത്. എന്നാൽ ഈ കാര്യം കേട്ട പാടെ തന്നെ നന്ദു ആ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവിടെ വെച്ചാണ് യാദൃശ്ചികമായിട്ട് അനാമികയുടെ നിർഭാഗ്യവശാല് അനാമികയും കാമുകനെയും അവിടെ വെച്ച് നന്ദു പിടിക്കുന്നത്. അവിടെ വെച്ച് തന്നെ അനാമികയെ നന്നായിട്ട് അലമ്പുന്നുണ്ട് കേട്ടോ നന്ദു. അനാമികന്റെ കാമുകന്റെ ഷോൾഡർ പിടിച്ച് അവന്റെ വയറിനിട്ട് രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പോയി കയറട ജീപ്പിലെന്ന്. അനാമിക ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട്, അനാമികയും കൂടി ജീപ്പിൽ കയറ്റുമെന്ന്. എന്നാ നന്ദു അത് ചെയ്തിട്ടില്ല കേട്ടോ. അനാമികയോട് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോവാനാണ് പറഞ്ഞത്. പക്ഷെ അവിടെ വെച്ച് നന്ദു നല്ല രീതിക്ക് തന്നെ അനാമികയ്ക്ക് ഇട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി വാങ്ങിച്ച് അനാമിക അനന്തപുരിയിലോട്ട് ചെല്ലുന്നുണ്ട്. പേടിച്ചിട്ടാണ് കേട്ടോ അനാമിക അനന്തപുരിയിലേക്ക് ചെല്ലുന്നത്. കാരണം അവിടെ വെച്ച് നന്ദു അനാമികയുടെയും കാമുകന്റെയും ഒരു ഫോട്ടോയും എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വെച്ച് ഇനി നന്ദു ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് പേടിച്ചോണ്ടാണ് അവിടുന്ന് അനാമിക പോകുന്നത്. ആ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇത്. എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിലോട്ട് കടക്കാം. ഈ എപ്പിസോഡിന്റെ ആദ്യത്തെ തന്നെ കാണിക്കുന്നത് നന്ദു സ്റ്റേഷനിലേക്ക് പോവാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ആ സമയത്ത് കനക ചോദിക്കുന്നുണ്ട്, നന്ദൂട്ട നിന്നെ ഇന്ന് വിളിക്കാൻ വേണ്ടി പോലീസുകാരെ ഒന്നും കണ്ടില്ലല്ലോ. എന്റെ അമ്മേ, എന്നും എന്നെ വിളിക്കാൻ വരലല്ല അവരുടെ പണി. ഞാൻ അങ്ങോട്ട് ചെല്ലണം, അതാണ് ശരി. വെറുതെ എന്തിനാ അവരെയും കൂടി മെനക്കെടുത്തുന്നത്? നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവിടെ എത്തിക്കൂടെ? എന്നാലും എന്നെ നന്ദൂട്ട നീ ഇതിമലാണോ പോകുന്നത്? എന്റെ അമ്മേ, ഇതിനെന്താ കുഴപ്പം? ഞാനിതൊക്കെ ഓടിക്കുന്ന തന്നെയല്ലേ. അല്ല അച്ഛനെവിടെ അമ്മേ? ഓ, അച്ഛന്റെ കാര്യമൊന്നും പറയണ്ട. ആ അബി ഉണ്ടല്ലോ, അവൻ ചന്തുമോളുടെ അച്ഛനാണെന്ന് അറിഞ്ഞത് മുതൽ നിന്റെ അച്ഛന് ഒരു സമാധാനവും ഇല്ല. ഇപ്പൊ ഇതേ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയിക്കുക. എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്. പിന്നെ നന്ദൂട്ട പോകുമ്പോ ഇവിടെ ആരാ ഉണ്ടാവുക? അതോട്ട് നിന്റെ അച്ഛൻ ഒറ്റയ്ക്കാ പോയത്. ശേ, എന്നാൽ അമ്മയ്ക്കും കൂടെ പോവായിരുന്നില്ലേ? അച്ഛനിപ്പൊ പോയില്ലേ? അബി, അവന്റെ പേര് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യ വരുന്നത്. സത്യം പറഞ്ഞ ചേച്ചിയോടെല്ലാം തുറന്നു പറഞ്ഞ് അവനെ ലോക്കപ്പിൽ കൊണ്ടുപോയി നന്നായിട്ട് പെരുമാറാൻ എനിക്ക് തോന്നുന്നത്. എന്നാ ചന്തുമോൾ ആലോചിച്ച് മാത്രമാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. ആ കുഞ്ഞെങ്ങാനും അയാളതാണെന്ന് അയാൾ അറിഞ്ഞു കഴിഞ്ഞാ ആ കുഞ്ഞ് അയാളതാണെന്ന് പോലും നോക്കാതെ അയാൾ ചിലപ്പോ കൊന്നെന്നിരിക്കും. എനിക്കാ പേടിയില്ല, ഞാൻ എന്തിനേ നേരിടും. പക്ഷേ ചേച്ചിക്ക് ഇപ്പൊ ചന്തുമോള് ജീവനാണ്. ആ കുട്ടിയുടെ ജീവിതം വെച്ച് ഒരു കളി കളിക്കാൻ എനിക്ക് തോന്നുന്നില്ലമ്മേ. എന്ത് ചെയ്യാനാ? നവ്യ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കുള്ള ശിക്ഷയാ ഇപ്പൊ നവ്യ അനുഭവിക്കുന്നത്. ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഒരുപാട് ആദർശമോനെ കുറ്റപ്പെടുത്തി. പക്ഷെ ഇപ്പൊ ഒന്നും വേണ്ടില്ലായിരുന്നു തോന്നുക. എന്തിനാ അല്ലേനും ആദർശമോനെ നമ്മൾ കുറ്റപ്പെടുത്തിയത്? ഒരു നിമിഷം കൊണ്ട് ആദർശ് ചെയ്ത എല്ലാ ഉപകാരങ്ങളും നമ്മൾ മറന്നുപോയി മോളെ. അമ്മേ, ആദർശേട്ടന്റെ മനസ്സിൽ അതൊന്നുമില്ല. ഏതൊരു അച്ഛനും അമ്മയാണെങ്കിലും അങ്ങനെയേ ചിന്തിക്കൂ. അത്രേ ആദർശേട്ടൻ പറഞ്ഞോളൂ. അതുകൊണ്ട് അമ്മ ആദർശേട്ടനെ കുറിച്ച് വിഷമിക്കണ്ട. ദേ അമ്മേ, ഞാൻ ഇറങ്ങുക. അച്ഛൻ വന്നാ പറയണം. ശരി മോളെ. അങ്ങനെ നന്ദു അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങി കുറച്ചങ്ങ് മുൻപോട്ട് പോയപ്പോഴേക്കും നമ്മുടെ അനിയാണ് കാണിക്കുന്നത്. നന്ദു ഇറങ്ങേണ്ട സമയം കഴിഞ്ഞല്ലോ. കുറെ സമയം ഇവിടെ വന്നു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി നന്ദു വേറെ ഏതെങ്കിലും വഴിയെ പോയോ? ആ സമയത്താണ് ഒന്ന് രണ്ട് ഗുണ്ടകളെ പോലെ കാണാനുള്ള പയ്യന്മാർ അങ്ങോട്ട് വരുന്നത്. എന്താണ് അവിടെ നിൽക്കുന്നത്? എന്നാ അനിയാണെങ്കിൽ ഇവർ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നില്ല കേട്ടോ. അനി മറുപടി ഒന്നും കൊടുക്കാത്തോണ്ട് ഈ രണ്ട് ഗുണ്ടകൾക്കും ദേഷ്യം വരാൻ കേട്ടോ. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, ഡാ നിന്നോടാ ചോദിച്ചത് എന്താ ഇവിടെ നിൽക്കുന്നതെന്ന്. എന്നാ നന്ദു വരാത്തുള്ള ദേഷ്യം കൊണ്ട് തന്നെ അനി പറയുന്നുണ്ട്, അതെ ഞാൻ ഇവിടെ നിന്നാൽ എന്താ കുഴപ്പം? ഇവനാള് മോടയാണല്ലോടാ, നമുക്കൊന്ന് പെരുമാറേണ്ടി വരും. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് പല ഉദ്ദേശം കാണും. അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഈ നന്ദു ഇത് എവിടെ പോയി കിടക്കുക? എടാ, ഇവന്റെ കാമുകിയെ കാത്തു നിൽക്കുകയാണെന്നാ തോന്നുന്നത്. ഇവന്റെ കാമുകിയെ നമുക്കൊന്ന് പെരുമാറി വിടാനേ. എടാ, ആളെന്താരും മനസ്സിലാക്കിയിട്ട് സംസാരിച്ചോ. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. ഹോ, നീ ആരാ? ആ സമയത്താണ് നമ്മുടെ നന്ദുവിന്റെ എൻട്രി. മാസായിട്ട് ആ ബുള്ളറ്റിലെ എൻട്രി ആണ് കേട്ടോ കാണിക്കുന്നത്. നന്ദു ആണെങ്കിൽ അനിയെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നന്ദു മനസ്സിൽ കരുതുന്നുണ്ട്, അയ്യോ ഇത് അനിയാണല്ലോ. ഇവൻ എന്തിനാ രാവിലെ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇവൻ എന്നെ നാണം കെടുത്താൻ ഇറങ്ങി തിരിക്കുവാണെന്നാ തോന്നുന്നത്. എന്തായാലും ആ ഭാഗം മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ നന്ദു അനിയെ നോക്കാതെ തന്നെ അവിടുന്ന് പോവാൻ നോക്കാൻ കേട്ടോ. എന്നാൽ ഈ ഗുണ്ടകൾ ഇത് കണ്ടപ്പോ പറയുന്നുണ്ട്, എടാ പോലീസ് മാറിക്ക്. എന്നാൽ നന്ദു അങ്ങോട്ട് നോക്കാത്തോണ്ട് തന്നെ ഈ ഗുണ്ടകളുടെ മുഖം വ്യക്തമാകുന്നില്ല കേട്ടോ. അങ്ങനെ നന്ദു വണ്ടി മുന്നിലോട്ട് എടുക്കുമ്പോ അനി വണ്ടിന്റെ മുന്നിലോട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മേഡം എന്നെ ഒന്ന് ഇവരെ കയ്യിൽ നിന്ന് രക്ഷിക്ക്. എന്നാൽ ഇത് കേൾക്കാതെയാണ് നന്ദു മുന്നോട്ട് വണ്ടി എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് മുന്നിലോട്ട് എത്തിയപ്പോ നന്ദുവിന് എന്തൊക്കെയോ തോന്നുകയാണ്. അങ്ങനെ നന്ദു ആ വണ്ടി പിന്നിലോട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് നന്ദു. നന്ദുവിനെ കണ്ടപാടെ തന്നെ അനി പറയുന്നുണ്ട്, മേഡം ഇത് പൊതുവഴിയല്ലേ, ഞാൻ ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി നിൽക്കുക. പക്ഷെ ഇവന്മാർ എന്നെ റാഗ് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാ ഇത് കേട്ടപ്പോ നന്ദു ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഏതാ? കണ്ടിട്ട് ഗുണ്ടാ സംഘം പോലെ ഉണ്ടല്ലോ. അയ്യോ മാഡം, ഞങ്ങളുടെ വേഷം ഇങ്ങനെയാണെന്നുള്ളൂ, ഞങ്ങൾ ഗുണ്ടകളൊന്നുമല്ല. അപ്പോ ഈ നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾ വിരട്ടിയെന്ന് പറഞ്ഞതോ? അയ്യോ, ഇവൻ പച്ച കള്ളം പറയോ മാഡം, ഇവൻ ഒരു നുണയനാ. ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾ ചോദിച്ചതാ. അധികാരം ഇവിടെ അങ്ങനെ നിൽക്കാറില്ല. സ്കൂൾ കുട്ടികളൊക്കെ പോകുന്ന വഴിയാ മാഡം. ഇതുപോലെ പൂവാലന്മാർ ശല്യം ചെയ്യാൻ നിൽക്കും. അയ്യോ മാഡം, ഇവർ പച്ച കള്ളം പറയുവാ. ഞാൻ എന്റെ ഒരു കൂട്ടുകാരി കാണാൻ വേണ്ടി നിന്നതാ.
എന്നാ നന്ദുവിന് സത്യാവസ്ഥ എന്താണെന്ന് അറിയാലോ. അപ്പോ അനി പറയുന്നുണ്ട്, ഇവർ എന്നെ ഓരോന്ന് പറഞ്ഞ് റാഗ് ചെയ്യായിരുന്നു, ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നീ ആരെ കാണാൻ വേണ്ടി നിൽക്കുവാണടാ, കാമുകിയെ കാണാനാണെങ്കിൽ നിന്നെയും കാമുകിനെയും നന്നായിട്ട് പെരുമാറിയിട്ട് വിടാന്നൊക്കെ ഇവർ പറഞ്ഞു. എന്തായാലും നന്ദുവിന് സത്യം അറിയാലോ, അതുകൊണ്ട് തന്നെ ആ ഗുണ്ടകളോട് നന്ദു പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഈ ആളില്ലാത്ത വഴി വന്ന് നിൽക്കുന്നത്, സ്കൂൾ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനാണോ? അത് പിന്നെ മാഡം സത്യം പറടാ, എന്തിനാ ഈ ആളൊഴിഞ്ഞ വഴി വന്ന് നിൽക്കുന്നതെന്ന്. അല്ല മാഡം, അവനിവിടെ വന്ന് നിൽക്കാണല്ലോ, അവനോട് കൂടി ചോദിക്കുന്നവർ മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്. നിങ്ങളുടെ വീട് ഇവിടെ എവിടെയിലാണോ? അത് പിന്നെ ആ വീട് ഇവിടെ അടുത്താ. സത്യം പറടാ, എവിടെയാ നിന്റെ വീട്? എന്നാ പിന്നെ എനിക്ക് നിന്റെ വീടൊന്ന് കാണണം. അത് പിന്നെ അതിപ്പോ അടച്ചു പൂട്ടിയിട്ടിരിക്കുക. ഓഹോ, അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണല്ലേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാം. ഞാനേ സ്റ്റേഷനിലോട്ടൊന്ന് വിളിക്കട്ടെ, നിങ്ങളൊന്ന് പൊക്കാൻ. അയ്യോ മാഡം, ഞങ്ങള് സത്യം പറയാം. എന്നാ സത്യം പറ, എന്തിനാ ഇവിടെ നിന്നത്? അത് പിന്നെ മാഡം, ഇവൻ പറഞ്ഞു ഇതിലൂടെ ഒരു സുന്ദരിയായ പെൺകുട്ടി പോവാറുണ്ടെന്ന്, ആ പെണ്ണിനെ കാണാൻ വേണ്ടി വന്നതാ. ഇത് കേട്ടപ്പോ തന്നെ നന്ദുവിന് ദേഷ്യം വരാൻ കേട്ടോ. നന്ദു അവന്റെ ഷോൾഡറിൽ കയറി പിടിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് കരുതി നിന്നെ പോലുള്ളവന്മാരൊക്കെ ഉണ്ടാവുമ്പോ പുറത്തിറങ്ങി നടക്കേണ്ടതാ. നടക്കണം മാഡം, ഞാൻ ഇനി ഒരിക്കലും ഈ വഴി വന്ന് നിൽക്കില്ല. സത്യമാ മാഡം, ഒരിക്കലും ഞാൻ ഇനി ശല്യം ചെയ്യില്ല. സത്യമായിട്ടും മാഡം, പെൺകുട്ടികളോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന നിന്നെയൊക്കെ ലോക്കപ്പിലിട്ട് ഇഞ്ചിഞ്ചായി ചതയ്ക്കണം. അയ്യോ മാഡം, വേണ്ട മാഡം, ഇത് ലാസ്റ്റ്, ഇനി ഒരിക്കലും ചെയ്യില്ല. എന്നാ ഇത് കേട്ടപ്പോ തന്നെ രണ്ടെണ്ണത്തിനും രണ്ടടി കൊടുക്കുന്നുണ്ട് നന്ദു. മേലിൽ ഇനി ഈ പരിസരത്ത് കണ്ടുപോകരുത്. ആളൊഴിഞ്ഞ വഴികളിലൂടെയും പെൺകുട്ടികൾക്ക് ധൈര്യമായിട്ട് നടക്കാൻ പറ്റണം. അതിന് നിന്നെ പോലുള്ളവരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. മേലാൽ ഇനി ഈ പരിസരത്ത് കണ്ടുപോകരുത്. പോടാ, നിന്നെയൊക്കെ ഇനി എന്റെ കയ്യിൽ എന്തെങ്കിലും കേസിൽ പെട്ട് കിട്ടിക്കഴിഞ്ഞാ ഇഞ്ചിഞ്ചായി ഞാൻ ചതയ്ക്കും. വണ്ടി എടുത്തോണ്ട് പോടോ. ഇതെന്താടോ, വണ്ടിക്ക് നമ്പറൊന്നും ഇല്ലേ? അത് പിന്നെ മാഡം, ഇന്നലെ ചെറുതായിട്ട് വണ്ടിയൊന്ന് മതിലൊരഞ്ഞു, ആ സമയത്ത് ബോർഡ് അങ്ങ് പോന്നു പോയതാ. എന്തായാലും താൻ സ്റ്റേഷനിലോട്ട് വാ, വന്നില്ലെങ്കിലേ തന്നെ ഞാൻ ഉള്ളോടത്ത് വന്ന് പൊക്കും. അയ്യോ മാഡം, എത്തിയേക്കാം. എന്നാ പിന്നെ വിട്ടോ. അല്ല മാഡം, ഇവനോടൊന്നും പറഞ്ഞില്ല. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോവാൻ നോക്ക്. അല്ല മാഡം, അവനെ പോവാൻ നോക്കണോ? ശരി. എടാ നീ വണ്ടി എടുത്തേ. അങ്ങനെ അവര് വണ്ടി എടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോ അതിലുള്ള ഒരു ഗുണ്ട് പറയുന്നുണ്ട്, ഓ പിന്നെ അവളുടെ വാചകം തന്നെയുള്ളൂ, എന്റെ രോമത്തിൽ പോലും അവള് തൊടില്ല, പിന്നെ അവളൊരു പെണ്ണല്ലേ, അതൊരു പോലീസുകാരിയല്ല എന്ന് കരുതിയാ ഞാൻ വെറുതെ വിട്ടത്. അതെ, അവളെ കണ്ടിട്ട് അവളത്ര നിസ്സാരകാരിയായിട്ടൊന്നും തോന്നുന്നില്ല. ആര് പറഞ്ഞടാ, അവളെ ആകെ ഇത്തിരിയുള്ളൂ. എന്നാൽ ഞാനതല്ല ആലോചിക്കുന്നത്, ഇത്ര ചെറു പ്രായത്തിൽ തന്നെ SI ആയല്ലോ, ഇനിയിപ്പോ ഈ വഴിയിലും വന്നു നിൽക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നന്ദു അനിയാണ് കേട്ടോ. എന്താണ് നിന്റെ പ്രശ്നം? നീ എന്തിന് ഈ വഴി വന്ന് നിൽക്കുന്നത്? ആരെ കാണാനാ? നന്ദു, നിനക്ക് തന്നെ അറിഞ്ഞൂടെ ഞാൻ ആരെ കാണാൻ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്? മനസ്സിലായി, നീ എന്നെ കാണാൻ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്. എന്തിനാണ് നീ എന്നെ വെറുതെ പറയിപ്പിക്കുന്നത്? മറ്റുള്ളവർ നമ്മൾ ഓരോ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാ പറഞ്ഞു പരുത്താനീ? അവരെന്തെങ്കിലും പറഞ്ഞു പരുത്തട്ടെ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നന്ദു? എനിക്ക് കുഴപ്പമുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്, ഒരു പോലീസുകാരിയാണ്, എനിക്ക് എന്റേതായ കർത്തവ്യങ്ങളുണ്ട്. അതിനിടയിൽ നീ എന്റെ പിന്നിൽ ഇങ്ങനെ നടന്ന് ശല്യം ചെയ്യില്ല. നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. എന്താ നന്ദു ഇത്? ഞാൻ നിന്റെ പിന്നിൽ നടക്കുന്നോണ്ട് നിനക്കെന്താ കുഴപ്പം? ദേ, നീ എന്റെ പിന്നിൽ ഇങ്ങനെ വരുമ്പോ എന്റെ കൂടെയുള്ളവർ ശ്രദ്ധിക്കും നിന്നെ. അവരെന്തൊക്കെയാ കരുതുക? ദയവ് ചെയ്ത് നീ എന്നെ ഒന്ന് വിട്. ഞാൻ നിന്നെ വിടില്ല നന്ദു. എന്നോട് നീ ഇഷ്ടമാണെന്ന് പറയുന്നത് വരെ ഞാൻ നിന്റെ പിന്നാലെ നടന്നോണ്ടിരിക്കും. അറ്റ്ലീസ്റ്റ് നിനക്ക് ഞാൻ വിളിക്കുമ്പോ ഫോൺ എടുത്തൂടെ? ഞാൻ കാണാൻ പറയുന്ന സമയത്ത് ഒന്ന് വന്ന് എന്നെ കണ്ടുകൂടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ പിന്നാലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞത് ഞാൻ ഒഴിവാക്കും. ഇല്ലെങ്കിൽ ഇത് തുടർന്നോണ്ട് നിൽക്കും. നീ ഒരു പോലീസുകാരിയാണെന്നൊന്നും എനിക്കില്ല. ഇനി അതിന് നീ എന്നെ പോലീസ് സ്റ്റേഷനിൽ അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അടച്ചോ, എനിക്ക് സന്തോഷേ ഉള്ളൂ. നീയല്ല എന്നെ അടച്ചത്. എനിക്കത് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ അനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരിക്കലും അല്ല. നീ എന്നെ ജയിലിൽ അടച്ചാലും എനിക്ക് അനാമിക എന്ന് പറയുന്ന ജയിലിൽ നിന്ന് മോചനം കിട്ടും. അത്രയും സന്തോഷം. അനി, നീ മാറി നിൽക്ക്, എനിക്ക് പോവാൻ സമയമായി. പൊക്കോ. അതിനു മുമ്പേ ഞാനൊരു സാധനം തരട്ടെ? എനിക്കൊന്നും വേണ്ട. ദാനി, നീ ഇങ്ങനെ ഓരോ സാധനങ്ങളുമായിട്ട് എന്റെ അടുത്തോട്ട് വരാൻ നിൽക്കണ്ട, മാറിയുന്നേ. ഇത് പറഞ്ഞോണ്ട് അനി അവോയ്ഡ് ചെയ്തോണ്ട് വണ്ടി എടുത്ത് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ചെറിയൊരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കാണ് അനി. പിന്നെ കാണിക്കുന്നത് നന്ദു സ്റ്റേഷനിൽ എത്തുന്നതാണ് കേട്ടോ. സ്റ്റേഷനിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ്, പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ. ആ ടൈമിനാണ് നന്ദുവിന് ഒരു കോള് വരുന്നത്. ഈ വിളിക്കുന്നത് ആരാണെന്നറിയോ? ഇതിനു മുമ്പ് ബസ് സ്റ്റോപ്പ് വെച്ച് 2 പെൺകുട്ടികളെ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടാക്കുന്ന പയ്യന്മാരെ നന്നായിട്ട് നന്ദു പെരുമാറിയില്ലേ? ആ പെൺകുട്ടികളുടെ കൂട്ടുകാരികളാണ് കേട്ടോ. ഇവരെ കുറച്ച് പയ്യന്മാർ ശല്യം ചെയ്യുന്നുണ്ട്, അതൊന്ന് നിർത്തണം. അതിനു വേണ്ടിയിട്ട് ഇവർ തെരഞ്ഞു പിടിച്ചുകൊണ്ട് നന്ദുവിനെ തന്നെ ഫോൺ ചെയ്യാണ്. ഹലോ. അങ്ങനെ അവര് കാര്യങ്ങളൊക്കെ നന്ദുവിനോട് പറയുന്നുണ്ട് കേട്ടോ. എവിടെ നിങ്ങളുള്ളത്? ശരി, എത്രയും പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ട് എത്താം. ഇത് പറഞ്ഞുകൊണ്ട് നന്ദു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്ദു പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവിടെയുള്ള പോലീസുകാരോട് പറയുന്നുണ്ട്, പെട്ടെന്ന് ആ വണ്ടി എടുക്ക്. അങ്ങനെ അവര് വണ്ടി എടുത്ത് അവിടുന്ന് പുറപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ആ ഒരു ബീച്ചാണ്. ബീച്ചിന് സൈഡിൽ വെച്ചാണ് ഈ ആൺപിള്ളേര് ഈ പെൺകുട്ടികളോട് അപമര്യാദയായിട്ട് സംസാരിക്കുന്നത്. അവരെ തൊടാനും പിടിക്കാനും ഒക്കെ ശ്രമിക്കാണ്. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ നമ്മുടെ അനാമികയും അനാമികയുടെ കാമുകനും ഉണ്ട്. ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവിടുന്ന് ഒരു പയ്യൻ ചോദിക്കുന്നത്, എന്താടി മോളെ, നിനക്ക് 1-2 ദിവസമായിട്ട് ഒരു മുഖം ഇല്ലല്ലോ. ദേ, ചേട്ടന്മാരെടുത്ത് അലമ്പ് കളിക്കില്ലേ. ദേ,
വിവരം അറിയും, മാറിക്കടോ. എന്തിനാ ഡാർലിംഗ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഒന്ന് സഹകരിക്കടി. ചേ, നാണം ഇല്ലാത്തവൻ. ചേട്ടായിക്ക് നാണമൊക്കെ ആവശ്യത്തിനുണ്ട്. നീ ഒന്നും ഞങ്ങളെ ശരിക്കും റോഡിലൂടെ ഇറങ്ങി നടക്കാൻ സമ്മതിക്കില്ല അല്ലേടാ? എടാ, ഇവ കുറച്ച് കൊമ്പ് കൂടുതലാണല്ലോടാ. ഇവളുടെ കൊമ്പൊന്ന് ഉടയ്ക്കണല്ലോ. അത് ഉടയ്ക്കണം. ശരിയാണ്, ഇവളാണ് ഇവരുടെ മുന്നിലൊക്കെ നിന്ന് സംസാരിക്കുന്നത്. പക്ഷെ ഏറ്റവും സുന്ദരി ഇവളാണല്ലോടാ. അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ ഡാർലിങ്ങിനെ വെറുതെ വിഷമിപ്പിക്കാത്തത്. അല്ല, പോരുന്നുണ്ടോ? കാറുണ്ട്, എല്ലാവർക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത കാറിലിരിക്കാം. വേണമെങ്കിൽ ഞാൻ ഇവനെ തട്ടിക്കോളാം. ഇവനെ മാത്രം ആക്കുന്ന എന്തിനാ? നിന്നെ കൂടി അങ്ങ് തട്ട്. അതിനെന്തിനാ മോളുസേ? നമ്മളിവിടെ കുറച്ച് പേരുണ്ടല്ലോ, 2-3 കാറില്ലേ? നിങ്ങളൊക്കെ പോന്നാലും ഇഷ്ടംപോലെ സ്ഥലം കാണൂ. അതെ, ചേട്ടായി ഒരു ഐസ്ക്രീം വാങ്ങിച്ചേരട്ടെ. എടാ, തന്നെ ഞാനുണ്ടല്ലോ, ഒന്ന് ഒതുങ്ങടി മോളെ. ഇതും പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തോട്ട് പിടിക്കാൻ ചെല്ലാണ്ട് ഈ പയ്യൻ. ആ ടൈമിനാണ് നന്ദു അവന്റെ ഷോൾഡറിൽ കയറി പിടിക്കുന്നത്. എന്താടാ? പോലീസ്. ഇതും പറഞ്ഞുകൊണ്ട് പിന്നിലുള്ള പയ്യന്മാർ ഓടാൻ നിൽക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, പോയി അവന്മാരൊക്കെ പിടിക്കി. അങ്ങനെ ഈ പോലീസുകാർ പോയിട്ട് അവന്മാരെ പിടിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാടാ ഓടുന്നത്? പോലീസിന് കണ്ടപ്പോ പതറി ഓടുകയാണോ? എന്നാ ഇവന്മാരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ഡാ, നീയാണോ ഇതില് തലവൻ? നിന്റെ നാവിറങ്ങിപ്പോയോ? ഞാനും ഒരു പെണ്ണാ. ഇപ്പൊ ഇവരോട് പറഞ്ഞതൊക്കെ എന്നോട് കൂടി പറടാ. അതിന് മാഡം, ഞാനൊന്നും പറഞ്ഞില്ല. ഇവർക്കൊരു സപ്പോർട്ടിന്, സേഫ്റ്റിക്കും വേണ്ടി ഞാൻ ഇവിടെ നിന്നത്. അയ്യോ അല്ല മാഡം, എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇവന്മാർ ശല്യം ചെയ്യാൻ വരും. ഇന്ന് ഇവന്മാർ കുറെ പേരുണ്ട്, ഇവരുടെ ശല്യം കൂടി കൂടി വരുമോ മാഡം? ആ സമയത്താ എന്നോട് നീതു പറഞ്ഞത്, മാഡം ഇവിടുത്തെ പുതിയ SI ആയിട്ട് ചാർജ് എടുത്തിരിക്കുകയാണെന്ന്. ഞങ്ങൾ പെൺകുട്ടികളുടെ വിഷമം മാഡത്തിന് പറഞ്ഞാൽ മനസ്സിലാവുന്ന കരുതി ഇവരെ ബസ് സ്റ്റോപ്പ് വെച്ച് മാഡം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഒന്നും ആലോചിക്കാതെ മാഡത്തെ തന്നെ വിളിച്ചത്. അപ്പോ അതിലൊരുത്ത പറയുന്നുണ്ട്, അപ്പോ നീ തന്ന പണിയാണല്ലേടി? എന്താടാ, പെൺകുട്ടികൾക്ക് നേരെ തോന്നിയ രീതിയിൽ സംസാരിക്കാന്ന് നിനക്ക് അധികാരം ആരെങ്കിലും തന്നിട്ടുണ്ടോ? അത് പിന്നെ മാഡം, ഞങ്ങൾ വെറും തമാശയ്ക്ക്. തമാശയോ? തനിക്ക് എന്തുണ്ട് പ്രായം? അത് പറയടാ. 23. 23 വയസ്സുള്ള ആകെ. അവന്റെയൊക്കെ കയ്യിലിരിപ്പോ. എന്റെ മാഡം, ഇപ്പൊ 23 ആവണ്ട ആവശ്യമില്ല. മൊട്ടേന്ന് വിരിയുന്നതിന് മുമ്പ് ഇവന്മാരൊക്കെ ഇറങ്ങിക്കോളും പെൺകുട്ടികളെ ശല്യപ്പെടുത്താൻ. മര്യാദയ്ക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ ശല്യപ്പെടുത്തി ഇവന്മാരൊക്കെ ലോക്കപ്പിലിട്ട് നന്നായിട്ട് പെരുമാറണം. മാഡം, ഇവള് വെറുതെ പറയുവാണ്. ഇവൾക്ക് എന്നോട് ശത്രുതയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്താടാ, എന്ത് ശത്രുതയുള്ളത്? അങ്ങനെ ശത്രുത ഉണ്ടാവാൻ എന്താ കാരണം? പറയടാ. കാരണം എന്താണെന്നുള്ളത് നിനക്ക് നല്ല വ്യക്തമായിരിക്കുമല്ലോ. ഇവന്മാരൊന്നും ഇവിടെ ഇട്ട് പെരുമാറിയ പോരാ, നിന്നെയൊക്കെ ഞാൻ അഴി എണ്ണിച്ച് തരാടാ. നിന്റെയൊക്കെ രക്ഷിതാക്കളെ വിളിച്ച് പറയാനുള്ളതൊക്കെ മുഖം നോക്കി പറയണം. ഇവന്മാരെ പിടിച്ച് ജീപ്പി കയറ്റി. അയ്യോ മാഡം, ജീപ്പി കയറ്റി കൊണ്ടുപോകരുത്, നാണക്കേടാ. നാണക്കേട് നിനക്ക് ഇവിടെ നിന്ന് ഇവരോട് കുറയ്ക്കുമ്പോ ഇല്ലായിരുന്നോടാ? നായകളെ പോലെ ദിവസവും പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ ശല്യപ്പെടുത്തുന്ന നിന്നെ പോലെയുള്ളവരൊക്കെ കൂടി കൂടി വരിക. അതൊന്ന് അവസാനിപ്പിക്കണം. ഒന്നുമില്ലെങ്കിലും എന്റെ സ്റ്റേഷൻ പരിധിയിലുള്ളതൊക്കെ ഒന്ന് കുറയ്ക്കണം. അതിന് ഞാൻ സഹകരിച്ചേ പറ്റൂ. എന്താ നോക്കി നിൽക്കുന്നത്? ഇവന്മാരെ ജീപ്പി കയറ്റ്. അങ്ങനെ അവരെയൊക്കെ പിടിച്ച് ജീപ്പി കയറ്റുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഈ പെൺകുട്ടികൾ പറയുന്നുണ്ട്, താങ്ക് യു മാഡം, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴും സേഫ് ആയിട്ടിരിക്കേ. മാഡം, ഞങ്ങൾക്ക് പേടിയുണ്ട്. മാഡം അവരെ സ്റ്റേഷനിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അവര് വീണ്ടും ഞങ്ങൾ ഉപദ്രവിക്കാൻ വരുമെന്ന്. ഞാൻ ഗ്യാരണ്ടി തന്നാ പോരെ, അവരൊരിക്കലും നിങ്ങൾ ഉപദ്രവിക്കാൻ വരില്ല. പിന്നെ കുറച്ച് സേഫ്റ്റി ആയിട്ടൊക്കെ നടന്നോ. അതായത് ഇവന്മാരെയൊക്കെ പ്രതിരോധിക്കാൻ കയ്യിൽ എന്തെങ്കിലും ഒന്ന് വെക്കുന്നത് നല്ലതാ. ഇപ്പോഴത്തെ കാലമല്ലേ, നമ്മൾ എത്രയൊക്കെ തിരുത്താൻ ശ്രമിച്ചാലും ഇങ്ങനെയുള്ളവർ കൂടി കൂടി വരത്തേ ഉള്ളൂ. സേഫ്റ്റി നിർബന്ധമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. നിങ്ങളൊക്കെ ആൺപിള്ളേരോട് ശരിക്കും ചെറുത്ത് നിൽക്കാൻ പഠിക്കണം. മാഡം ശരിക്കും എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. മാഡം ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒരു SI ആയല്ലോ. ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമുണ്ട് മാഡം ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന്. വിളിച്ചപ്പോ തന്നെ 1 മിനിറ്റ് പോലും വൈകിക്കാതെ എത്രയും പെട്ടെന്ന് എത്തിയില്ലേ? ഒരുപാട് സന്തോഷമുണ്ട് മാഡം. ഓക്കെ, എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനുള്ള പണി നോക്കിക്കോ. വണ്ടി എടുക്കാം. ഇതും പറഞ്ഞുകൊണ്ട് പോവാൻ നിൽക്കാനിട്ട് നന്ദു. ആ സമയത്താണ് അനാമിക ഒരു സൈഡിൽ കാണുന്നത്. അനാമികയും അനാമയുടെ കാമുകനും ഇങ്ങനെ കൊഴിഞ്ഞ് സംസാരിക്കുകയാണ്. അനിയെ വഞ്ചിച്ച് ഇങ്ങനെ കണ്ട പയ്യന്മാരുടെ കൂടെയൊക്കെ തോന്നിയ രീതിയിൽ തൊട്ടു ഒരുമയൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോ നന്ദുവിന് അനാമികയോട് വളരെയധികം ദേഷ്യം തോന്നുകയാണ്. ഛേ, ഈ അനാമിക എന്താ ഇങ്ങനെ? അനിയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവൾ ഇങ്ങനെയൊക്കെ വേഷം കെട്ടി ഓരോ പയ്യന്മാരുടെ കൂടെ തൊട്ടു ഒരുമി ഇരിക്കുവല്ലേ? പിന്നെ ഏത് ഭർത്താവിന് ഇതൊക്കെ കണ്ട ഇഷ്ടപ്പെടുക? അവര് പിന്നെ മറ്റു പെമ്പിള്ളാര് പിന്നാലെ പോവില്ലേ? എന്റെ ജീവിതമേ ഇങ്ങനെയായി തീരാൻ കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാ. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു അനാമികയുടെ അടുത്തോട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ അനാമികയും കാമുകനും കൂടി താഴോട്ട് നോക്കി നിൽക്കാട്ടോ. ഒരു പോലീസ് യൂണിഫോമും പോലീസ് ഷൂവും കൂടി കാണുകയാണ്. ആ പോലീസിന്റെ കാല് കണ്ടപ്പോ തന്നെ അനാമികയും കാമുകനും മുകളിലോട്ട് നോക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ നന്ദുവിനെയാണ് കാണിക്കുന്നത്. ഒരു പോലീസുകാരനെ കണ്ടപ്പോ തന്നെ ഈ കാമുകനാണെന്നുണ്ടെങ്കിലോ പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അനാമിക നന്ദുവിനെ കണ്ടിട്ട് ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ നന്ദുവിന്റെ കൂടെ വന്ന ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്, മാഡം ഇതിലൊന്നും നമ്മൾ ഇടപെടണ്ട, ഇത് കപ്പിൾസ് ആയിരിക്കും. അവരുടെ വീട്ടുകാർ അറിഞ്ഞുകൊണ്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കായിരിക്കും പണി കിട്ടുക. അപ്പൊ നന്ദു പറയുന്നുണ്ട്, അതെ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലല്ലോ, ആ പയ്യന്മാരെ ജീപ്പിൽ ഇറങ്ങി ഓടും, അങ്ങോട്ട് ചെല്ല്. ശരി മാഡം. അങ്ങനെ ഈ പോലീസുകാരനാണെങ്കിൽ ASAയോട് പറയുന്നുണ്ട്, എന്തൊരു അഹങ്കാര മേഡത്തിന്. ഞാൻ പറഞ്ഞതാ വെറുതെ ആ കപ്പിൾസിനോട് ഏറ്റുമുട്ടാൻ പോവണ്ടെന്ന്. അവര് ചിലപ്പം നമുക്കിട്ട് പണി തരും. അത് കിട്ടുമ്പോ പഠിച്ചോളും. പ്രാക്ടീസ് ഉള്ളവർ പറയുന്നതേ കുറച്ചൊക്കെ ഒന്ന് കേൾക്കണം.
അപ്പോ ASI പറയുന്നുണ്ട്, എടാ നീ ഒന്ന് ചുമ്മാതിരിക്കി, അവരല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്, നമ്മളല്ലല്ലോ. ഇനി ഇത് കേട്ടോണ്ടേ SI വരണ്ട, നിന്റെ തൊപ്പി തെറിക്കും. അനാമികയും കാമുകനും ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോ നന്ദു പറയുന്നുണ്ട്, ചി തോളിന്ന് കൈയിടുക, നിനക്ക് അവളുടെ തോളി കൈയിടാൻ അവള് പെർമിഷൻ തന്ന് കാണും അല്ലേ. ഇത് പറഞ്ഞപ്പോ തന്നെ അനാമിക പറയുന്നുണ്ട്, നന്ദു ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കല്ലേ, എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടെങ്കിൽ നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. അതെ, നീയുമായിട്ട് മാറി നിന്ന് സംസാരിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു, കുറച്ച് ഗേൾസിനെ ശല്യപ്പെടുത്തുന്നെന്നും പറഞ്ഞ് എനിക്കൊരു കോൾ വന്നു. അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ, അല്ലാതെ നിന്റെ പിന്നാലെ വന്നതൊന്നും അല്ല. അനാമികെ, ഇതൊന്നും അത്ര നല്ലതല്ല. ഇത് കേട്ടപ്പോ തന്നെ ആ കാമുകൻ പറയുന്നുണ്ട്, അതിനിപ്പോ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്, ഞങ്ങൾ കപ്പിൾസ് ആണ്, ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ പുറത്തോട്ട് വന്നു, സംസാരിക്കുന്നു, അതിപ്പോ ഇത്ര വലിയ തെറ്റാണോ? അത് തെറ്റില്ല, പക്ഷേ ഇവള് മറ്റൊരുത്തന്റെ ഭാര്യയാണ്, മറ്റൊരുത്തന്റെ ഭാര്യയുമായിട്ട് കറങ്ങി നടക്കുക, അവളുമായിട്ട് തൊട്ടി ഒരുമിയൊക്കെ ഇരിക്കുക, ഇതൊക്കെ തെറ്റല്ലടോ. അനാമികെ, നിന്നെ മിണ്ടാതിരിക്കും രാഹുൽ, ഇത് എനിക്ക് അറിയുന്ന ആളാ. ആണോ? സോറി മാഡം. അപ്പൊ ഇവള് തന്നെ പറ്റിച്ചിട്ടില്ല, താൻ എല്ലാം അറിഞ്ഞോണ്ടാണ് ഇവളെ തലയിൽ ചുമക്കുന്നത് അല്ലേ? ദേ, അനാവശ്യമായിട്ട് നീ ഓരോന്ന് പറയരുത്. എന്തായാലും നീ കരുതിയതുപോലെ ഞാനും ഇവനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പൊ നന്ദുവിന്റെ കൂടെ നിൽക്കുന്ന ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്, അതെ മാഡത്തിനെ മാഡം വിളിച്ചാൽ മതി. അപ്പൊ നന്ദു പറയുന്നുണ്ട്, കേട്ടല്ലോ, ഇനി നിനക്ക് മാഡം വിളിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് കേട്ടിട്ടും അനാമിക തല താഴ്ത്തി നിൽക്കുക കേട്ടോ. അപ്പൊ നന്ദു പറയുന്നുണ്ട്, അനാമികെ, നിനക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തത്രയും നല്ലൊരു ജീവിതം കിട്ടിയിരിക്കുന്നത്. അനന്തപുരിയിലെ മരുമകളാ നീ. അനിയുടെ മനസ്സ് നല്ലതാ. അനിയെപ്പോലെ നല്ലൊരു വ്യക്തിയുടെ ഭാര്യ ആവണമെന്നുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാ. നീ വെറുതെ ആ ഭാഗ്യം തട്ടിക്കളയരുത്. ഇത് കേട്ടപ്പോ അനാമിക പറയുന്നുണ്ട്, ഞാനാണോ തട്ടിക്കളയുന്നത്? എന്റെ സ്ഥാനത്ത് വന്ന് കളിക്കുന്നത് നീയല്ലേ? ഇത് കേട്ടപ്പോ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, നിന്നോടല്ലേ പറഞ്ഞത് മാഡം വിളിക്കാൻ? സോറി. അതെ, നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ തലയിടാൻ വരുന്നില്ല. അനി എന്റെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴിവേടാണെന്നേ ഞാൻ പറയൂ. അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും. എനിക്കത്രേ പറയാനുള്ളൂ. ഇനി ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഇവനെയും ഞാൻ കൈയോടെ അനന്തപുരിയിൽ ഏൽപ്പിക്കും. ബാക്കിയൊക്കെ അവര് തീരുമാനിച്ചോളൂ. ഇതും പറഞ്ഞുകൊണ്ട് അനാമിക കാമുകന്റെ ഷോൾഡറിൽ കയറി പിടിക്കുന്നുണ്ട്. എടാ, നിന്നെപ്പോലുള്ളവരാ ഇതുപോലുള്ള പെൺപിള്ളേരെ വഴിതെറ്റിക്കാൻ നടക്കുന്നത്. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്ന് അവരുടെ മനസ്സ് വശീകരിച്ചെടുക്കുന്നത്. നിനക്ക് കിട്ടേണ്ടത് കിട്ടിയേ പഠിക്കും. ഇതൊരു പബ്ലിക് പ്ലേസാ, അതുകൊണ്ട് ഞാൻ നിന്നെ ഇവിടെ വെച്ച് പെരുമാറില്ല. ഇവനെ പിടിച്ച് വണ്ടി കയറ്റ്. ശരി മാഡം. അങ്ങനെ അവനെ പിടിച്ച് വണ്ടി കയറ്റിപ്പോ അനാമിക പറയുന്നുണ്ട്, നന്ദു വേണ്ട, അവൻ ഇനി എന്റെ കൂടെ വരില്ല. ഞാൻ അവന്റെ കൂടെയുള്ള കറക്കം നിർത്തി വെറുതെ അവനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവല്ലേ. അവന്റെ വീട്ടുകാർ അറിഞ്ഞാൽ അത് വലിയ വിഷയമാവും. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ നിന്റെ വീട്ടിൽ പോവാൻ നോക്ക്. ദേ, ഞാൻ ഇവിടെ വെച്ച് വലിയ വിഷയം ഉണ്ടാക്കും. നീ വെറുതെ എന്റെ കൂട്ടുകാരനെ പിടിച്ചോണ്ട് പോവാണെന്ന് പറയോ? എന്നാ പിന്നെ ഞാനൊന്ന് കേൾക്കട്ടെ, പറ. ഉറക്ക ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കിക്കോ. ഏകദേശം എല്ലാരും വരണം, എന്നാലല്ലേ നീ പറഞ്ഞത് സാധിക്കുള്ളൂ. ഇടി, നിനക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തീർക്കണ്ട. അത് വീട്ടിൽ വെച്ചാവാം. വെറുതെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇറക്കണ്ട. അവൻ നിന്റെ ഫ്രണ്ട്സോ അതോ കാമുകനോ എന്റെ ആരെങ്കിലും ആവട്ടെ, നിനക്കെന്താടി? മുത്തശ്ശ റെക്കമെൻഡ് ചെയ്തോണ്ടല്ലേടി നിനക്ക് ഇവിടുത്തെ അടുത്ത സ്റ്റേഷനിൽ നിന്ന് കിട്ടിയത്. ഇല്ലായിരുന്നെങ്കിൽ നീ എവിടേക്കെങ്കിലും പോവായിരുന്നു. അതായിരുന്നു സമാധാനം. ദേ, ഞാനിപ്പോ അലറി വിളിക്കും, എല്ലാവരും അറിയും. പിന്നെ എന്താ ഉണ്ടാവാന്ന് അറിയാലോ. മര്യാദയ്ക്ക് അവനെ ഇറക്കി വിടടി. ഇത് കേട്ടപ്പോ തന്നെ നന്ദു ഒരൊറ്റ അടി വെച്ചെടുക്കുന്നുണ്ട് അനാമികയുടെ മുഖം നോക്കിയിട്ട്. കിട്ടിയല്ലോ, ഇനി വേണോ? വേണ്ടെങ്കിൽ ഓട്ടോയും വിളിച്ച് വീട്ടിൽ പൊടി. നീ ഇതുപോലെ സംസാരിച്ചാ ഇനിയും എന്റെ കയ്യിൽ നിന്ന് കിട്ടും. ആരും എന്നോട് ചോദിക്കാൻ വരില്ല കേട്ടോ. പോവാൻ നോക്കടി. എന്നാ ഇതൊക്കെ ഒരു സൈഡിൽ നിന്ന് നല്ല വ്യക്തമായിട്ട് അനി കാണുന്നുണ്ടോ. അനി ഇതൊക്കെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി നല്ല കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ അടുത്ത് വരാനിരിക്കുന്നത്. അനാമയുടെ കാമുകരെ നല്ല രീതിക്ക് തന്നെ ചോദ്യം ചെയ്യുമ്പോൾ പല ചുരുളയ്യാത്ത രഹസ്യങ്ങളും അഴിയുന്നുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാന്ന് അറിയണ്ടേ? അനിയുടെ കയ്യിലുള്ള വീഡിയോ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയണ്ടേ? അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട.